മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടന്നിരിക്കുകയാണ്. നാടിനും വീടിനും ഒരു ഉപകാരവുമില്ലാത്ത വടവൃക്ഷമാണ്. പ്രാകുക, ഫാമിലിനെ പറയുക, ഡിവോഴ്സ് ആകുമെന്ന് പറയുക, ഫുഡിന് റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുക, ഫുഡ് കഴിക്കാതിരിക്കുക, ഫിസിക്കൽ അസാൾട്ട് നടത്തിയതിനു ശേഷം വെറുതെ ടച്ച് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ 11 വോട്ടുകൾ ലഭിച്ച് അനുമോളാണ് ഈ തവണ ജയിലിലേക്ക് പോകുന്ന ഒരാൾ. രണ്ടാമത്തെ വ്യക്തി അനീഷാണ്. അനീഷിന് 9 വോട്ടുകളാണ് ലഭിച്ചത്. മെയിൻ റീസൺ സ്വേച്ഛാധിപതികളുടെ അടിമകളായ 7 പേർക്കും ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടാസ്ക് കൊടുത്തിരുന്നു. ആ ടാസ്കിലുള്ള അനീഷിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അനീഷിന് 9 വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത്. ആ ടാസ്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. കൂടാതെ നൂറയ്ക്ക് 2 വോട്ട് കിട്ടിയിട്ടുണ്ട്, ശരത്തിന് 2 വോട്ടുണ്ട്, ജിസേലിനും 2 വോട്ടുണ്ട്. അക്ബർ വോട്ട് ചെയ്തത് അനുമോൾക്കും അനീഷിനുമായിരുന്നു. അഭിലാഷ് വോട്ട് ചെയ്തത് അനുമോൾക്കും നൂറയ്ക്കുമായിരുന്നു. ഒനിൽ വോട്ട് ചെയ്തത് അനുമോൾക്കും അനീഷിനുമാണ്. റെന ഫാത്തിമ വോട്ട് ചെയ്തത് അനീഷ് അനുമോൾ. നെവിൻ വോട്ട് ചെയ്തത് അനുമോൾ അനീഷ്. ബിന്നി വോട്ട് ചെയ്തത് അനീഷ് അനുമോൾ. ശരത്ത് വോട്ട് ചെയ്തത് അനീഷ് അനുമോൾ. രേണുസുതി വോട്ട് ചെയ്തത് അക്ബർ അനീഷ്. നൂറ വോട്ട് ചെയ്തത് അനുമോൾ അക്ബർ. ആദില വോട്ട് ചെയ്തത് അനീഷ് ജിസേൽ. അനുമോൾ വോട്ട് ചെയ്തത് ആദില ശൈത്യ. ശൈത്യ വോട്ട് ചെയ്തത് ശരത്ത് ജിസേൽ. ആര്യം വോട്ട് ചെയ്തത് അനുമോൾ അനീഷ്. ഷാനവാസ് വോട്ട് ചെയ്തത് അനുമോൾ അനീഷ്. ജിസേൽ വോട്ട് ചെയ്തത് അനുമോൾ നൂറ. അനീഷ് വോട്ട് ചെയ്തത് ആര്യൻ ശരത്. അങ്ങനെ ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സീസൺ 7-ലെ 4ാമത്തെ ജയിൽ നോമിനേഷനാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ 2ാമത്തെ തവണയാണ് അനുമോൾ ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നത്. ഇവർക്കുള്ള പണി എന്താണെന്ന് എന്തായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.